ഹായ് ഫ്രണ്ട്സ്, ബ്ലൂബെല്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ റോസിൻ്റെ മഴക്കാലത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. മഴയായി കഴിയുമ്പോൾ നമ്മുടെ റോസൊക്കെ ഫ്ലവറെല്ലാം കുറഞ്ഞ് ചെടിയുടെ വളർച്ചയൊക്കെ ഇങ്ങനെ മുരടിച്ച് വരുന്നതായിട്ട് കാണാം. അതായത് കമ്പൊക്കെ ഉണങ്ങുകയാണ് കൂടുതൽ ചെയ്യാറ്. ഈ വേനൽക്കാലത്ത് ഉണങ്ങുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് മഴക്കാലത്താണ് നമ്മുടെ ചെടിയുടെ കമ്പൊക്കെ ഉണങ്ങി തുടങ്ങുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫംഗസ് ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകുന്നത് കൊണ്ടാണ്. അപ്പോൾ അതിനൊക്കെ പ്രതിവിധിയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്താലാണ് മഴക്കാലത്ത് ചെടി നന്നായിട്ട് നിൽക്കുന്നതെന്നും പൂക്കളുണ്ടാകുന്നതെന്നും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. റോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചെടിയാണല്ലോ. എനിക്കും ഏറ്റവും ഇഷ്ടമുള്ള ചെടി തന്നെയാണ് റോസ് എന്ന് പറയുന്നത്. എന്നാൽ ഇതുപോലെ ഇങ്ങനെ ഫ്ലവർ വന്ന് നിന്നാൽ മാത്രമേ റോസിനെ നമുക്ക് നല്ല ഭംഗി എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇലയൊക്കെ കുറഞ്ഞ ചെടി മുരടിച്ചൊക്കെ നിന്നാൽ നമുക്ക് ചെടി ഒരു ഭംഗിയില്ല. അപ്പോൾ മറ്റുള്ള ചെടി നിൽക്കുന്ന അത്രയും ഭംഗി റോസ് പൂക്കളില്ലാതെ നിന്നാൽ കാണാൻ ഒരു ശൈലം ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ ഗാർഡനിലോട്ടൊക്കെ നോക്കി കഴിയുമ്പോൾ ചുമ്മാതെ ഇങ്ങനെ ചുള്ളിക്കമ്പ് പോലെ അവിടെ ഇവിടെ ഓരോ ഇലകളൊക്കെ ആയിട്ടായിരിക്കും നമ്മുടെ റോസ് നിൽക്കുന്നത്. അതെങ്ങനെയാണ് ആ ഒരവസ്ഥ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ തുടർച്ചയായി പെയ്ത മഴയ്ക്ക് ശേഷം നമ്മുടെ കുറേ റോസുകൾ ഇതേപോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ മഴയൊന്ന് കുറച്ച്, അതായത് മഴ പെയ്യാത്ത ദിവസങ്ങളിലാണ് ഇതിന് എന്തെങ്കിലും മാർഗ്ഗങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അതെന്താണെന്നാണ് നിങ്ങളെ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പം മഴക്കാലത്ത് നമ്മൾ ഒരുപാട് വളങ്ങളൊക്കെ കൊടുത്താലും അത് ചെടിക്ക് വലിയതായിട്ടൊന്നും പ്രയോജനം ചെയ്യത്തില്ല. അത് മഴവെള്ളത്തിൻ്റെ കൂടെ തന്നെ ഒലിച്ച് ചട്ടിയിൽ കൂടി പുറത്തേക്ക് പോകും. അപ്പോൾ എന്തുകൊണ്ടാണ് മഴക്കാലത്ത് ഇതുപോലെ റോസ് ആകുന്നതെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റോസിന് നന്നായിട്ട് സൺലൈറ്റ് വേണം. എല്ലാവർക്കും അറിയാമല്ലോ, 5-6 മണിക്കൂർ സൺലൈറ്റ് കിട്ടേണ്ട ഒരു ചെടിയാണ് റോസ് എന്ന് പറയുന്നത്. അപ്പം മഴക്കാലത്താകുമ്പോൾ ഇതിന് സൺലൈറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമേ കിട്ടുന്നില്ല. അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ചുവട്ടിൽ നിരന്തരമായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന മഴവെള്ളം ഇതിന് ഉണ്ടാകുന്ന വളങ്ങളും അതുപോലെ തന്നെ ഇതിന് കിട്ടേണ്ട എല്ലാ മൂലകങ്ങളും ആ വെള്ളത്തിൽ കൂടെ അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ ചെടിക്ക് വളർച്ചയ്ക്കും പൂക്കളിനും ഒന്നുമുള്ള ഒരു മൂലകവും ഈ ചട്ടിക്കുള്ളിൽ കാണില്ല. അതേസമയം മണ്ണിൽ വളർത്തുന്ന ചെടികളാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ മണ്ണിൽ നിന്നൊക്കെ തന്നെ വലിച്ചെടുക്കുന്നൊക്കെ ഉണ്ടാകും. പക്ഷേ ചെടിച്ചട്ടിയിൽ വളരുന്നവയ്ക്ക് ആ ഒരു കാര്യം നടക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ചെടിച്ചട്ടിയിൽ നമ്മളെപ്പോഴും വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മാത്രമേ ചെടികൾ നന്നായിട്ട് ഫ്ലവറൊക്കെ വരത്തുള്ളൂ. അപ്പം പ്രത്യേകിച്ച് ഈ മഴ സമയത്ത് മഴവെള്ളത്തിൽ കൂടി ഒഴുകിപ്പോയിരിക്കുന്ന മൂലകങ്ങളുടെയൊക്കെ അഭാവം എല്ലാം കൂടിയാണ് ഈ ചെടിയൊക്കെ ഇങ്ങനെ മുരടിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുമല്ലോ, നമ്മുടെ ചെടിയിലൊന്നും മിക്കതിൽ ഇലകൾ പോലുമില്ല. അപ്പോൾ എന്നും മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് വളങ്ങളോ അതുപോലെ തന്നെ എന്തെങ്കിലും കീടനാശിനികളോ ഒന്നും ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റാറില്ല. അപ്പോൾ മഴയൊന്ന് കുറയുന്ന സമയത്ത് മാത്രമേ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു റോസ് നിങ്ങൾ കണ്ടല്ലോ, ഈ റോസിൻ്റെ കമ്പ് കണ്ടോ, നന്നായിട്ട് തന്നെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആകെ ഒരു കമ്പ് മാത്രമേ അതിൽ ഉള്ളൂ. അപ്പോൾ അവയെ നമുക്ക് നഷ്ടപ്പെടാതെ നന്നാക്കി എടുക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വളപ്രയോഗവും അതുപോലെ തന്നെ വീട്ടിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കുന്ന ഒരു കീടനാശിനിയും പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു കീടനാശിനി നിങ്ങളെ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു മഴ സമയത്ത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ മഴയുടെ ഈ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ ഇലകളിൽ എപ്പോഴും നന്നായിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണല്ലോ. ആ ഒരു സമയത്തിൻ്റെ കൂടെ നമ്മൾ ഇതേപോലെയുള്ള ചെറിയ രീതിയിൽ ലൈറ്റായിട്ടുള്ള കീടനാശിനികളൊക്കെ പ്രയോഗിക്കുകയാണെങ്കിൽ തന്നെ അത് പെട്ടെന്ന് തന്നെ ആ ഇലകളിലൊക്കെ നന്നായിട്ട് പറ്റിപ്പിടിച്ച് ചെടിക്ക് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സമൃദ്ധിയുടെ ഒരു വേപ്പെണ്ണ, പുകയില, വെളുത്തുള്ളി ഇവയെല്ലാം ചേർന്നിട്ടുള്ള ഒരു മിശ്രിതമാണ് കേട്ടോ. ഇത് നമുക്ക് കടകളിൽ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ്. ഇത് തനിയെ നമുക്ക് ഉപയോഗിക്കാം. ഇനി അതല്ലാതെ മറ്റൊരു സാധനം കൂടി ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ വീട്ടിലെടുക്കുന്ന സോഡാപ്പൊടിയാണ് കേട്ടോ. നമ്മൾ ആഹാരത്തിനൊക്കെ എടുക്കുന്ന സോഡാപ്പൊടി തന്നെയാണിത്. ഇതിൻ്റെ വളരെ കുറച്ച് അളവിൽ കൂടി നമുക്ക് വേണം. ഇതുകൊണ്ട് നമുക്ക് പല രീതിയിൽ ഇത് ചെടിക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അത് മുമ്പൊക്കെയുള്ള വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു കീടനാശിനിയുടെ കൂടെ ഇതും കൂടി കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ വളരെ കുറച്ച് അളവിലാണ് എടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അളവ് മതി. അതിനായിട്ട് ഞാൻ ഈ ഒരു കുപ്പിയുടെ അടപ്പിലാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 5 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്.
അപ്പോൾ അത് നമുക്ക് ഈ കുപ്പിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് 1 ലിറ്ററിൻ്റെ കുപ്പിയാണ്. അപ്പോൾ 1 ലിറ്റർ വെള്ളത്തിൻ്റെ അളവ് കണക്കാക്കിയാണ് നമ്മളിപ്പോൾ ഇത് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് കുപ്പിയിലോട്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന സോപ്പിൻ്റെ ലായനി ഉണ്ടല്ലോ, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് വളരെ ലൈറ്റായിട്ട് കൊടുത്താൽ മതി. ഇത് നമ്മൾ ഇവിടെ തനിയെ ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ ഒത്തിരിയൊന്നും കട്ടി കൂടിയിട്ടില്ല, വളരെ ലൈറ്റായിട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതും കൂടി 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ സമൃദ്ധിയുടെ ഒരു ഓയിലുണ്ടല്ലോ അതും കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കണം. അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേപ്പെണ്ണ മാത്രമാണെങ്കിലും ഒഴിച്ച് കൊടുക്കാം. ഇനി അതല്ലാതെ എന്തെങ്കിലുമൊക്കെ എന്താ പറയുന്നത്, നമ്മൾ സാധാരണ ഓയിലൊക്കെ ഉണ്ടല്ലോ അതാണെങ്കിലും മതി, അതും നമുക്ക് വേണമെങ്കിൽ ഉപയോഗിച്ച് ഇതിന് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയും ഞാൻ മിക്സ് ചെയ്യുകയാണ്. ഇതിൻ്റെ കൂടെ അതിനകത്തേക്ക് 1 ലിറ്റർ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്യണം. അതിനായിട്ട് നന്നായിട്ട് നമ്മളിങ്ങനെ ഒന്ന് കുലുക്കി കൊടുക്കണം, എങ്കിൽ മാത്രമേ ഇതെല്ലാം നന്നായിട്ട് വെള്ളത്തിൽ ലയിക്കുള്ളൂ. എന്നിട്ട് നമുക്ക് ചെടിക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഈ ഒരു മഴ സമയത്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു കീടനാശിനിയാണ് ഇത്. രാസ കീടനാശിനികളൊക്കെ കൊടുക്കുന്നതിനെക്കാട്ടിലും ഇപ്പം ചെടിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല മഴയൊക്കെ പെയ്ത് ചെടി ഒരുപാട് അങ്ങ് വെള്ളം കിട്ടിയാൽ മാത്രം ചെടി നന്നായിട്ട് വളരില്ലല്ലോ, അതിൻ്റെ പോഷകങ്ങളും വേണം. അപ്പം ഇപ്പം ചെടിച്ചട്ടിക്കുള്ളിലെ പോഷകങ്ങളൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. ആ സമയത്ത് നമ്മളിങ്ങനെ ലൈറ്റായിട്ടുള്ള കീടനാശിനികളൊക്കെ കൊടുക്കുന്നതാണ് എപ്പോഴും ചെടികൾക്ക് നല്ലത്, അതായത് ഈ മഴയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞുള്ള ആ ഒരു സമയത്ത്. അപ്പം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുഴുവിൻ്റെ ശല്യമാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. അതിപ്പോൾ റോസിൽ നിന്നല്ല മറ്റുള്ള എല്ലാ ചെടികളിലും പുഴുശല്യമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മരുന്ന് തന്നെ നമുക്ക് എല്ലാ ചെടികൾക്കും അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് വളരെ കുറച്ച് മാത്രം സ്പ്രേ ചെയ്താലും മതി. അതുപോലെ തന്നെ ഇങ്ങനെ ഇലകളുടെയൊക്കെ അടിയിലൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം, വളരെ എളുപ്പമാണ്. ഇതുപോലെയുള്ള ഒരു ബോട്ടിലിൽ ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് നമുക്ക് 1 ലിറ്റർ വെള്ളവും എടുക്കാം, മാത്രമല്ല ഇങ്ങനെ ബോട്ടിലാകുമ്പോൾ നമുക്ക് എല്ലായിടത്തും കൊണ്ടോ ഇങ്ങനെ എല്ലായിടത്തും വെച്ച് കൊടുക്കാം. വലിയ സ്പ്രേയറിലൊക്കെ എടുത്താൽ നമുക്ക് അത്രയും വളവ് കൂടുതൽ എടുക്കണം, അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ട്. അപ്പം ഞാനിവിടെ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ബോട്ടിലെടുത്ത് ഇങ്ങനെ എല്ലാം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ, വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ റോസൊക്കെ അധികം ഒന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു മഴ സമയമായിട്ട് എൻ്റെ റോസൊന്നും ഇതുവരെ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടില്ല കേട്ടോ. കമ്പൊക്കെ ഉണങ്ങി ഒക്കെ പോയിട്ടുണ്ട് ചിലതിൻ്റെയൊക്കെ, എങ്കിലും അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റും. പിന്നെ അത് പറയാൻ വിട്ടുപോയി, ഉണങ്ങിയ കമ്പൊക്കെ കട്ട് ചെയ്ത് കളയണം. ഞാൻ ആദ്യമേ അത് ചെയ്തിരുന്നു, അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിരുന്നേ ഉള്ളൂ. ഉണക്കക്കമ്പൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കാം. ഉണങ്ങിയ കമ്പിൽ കൊണ്ടുവന്നിങ്ങനെ മരുന്നൊന്നും സ്പ്രേ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഉണങ്ങിയ കമ്പുകൾ പരമാവധി കട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ എല്ലാ പുഴുക്കളും അതുപോലെ തന്നെ ഇത് തളിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഇതിന് കീടങ്ങളൊക്കെ പറന്നു പോകുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ചെടിക്ക് കൊടുക്കുന്ന വളമാണ്. അതായത് ഈ മഴ സമയത്ത് നമ്മൾ എന്ത് വളം ഇട്ടാലും അതെല്ലാം വെള്ളത്തിൽ കൂടെ ഒലിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടൊരു വളം ഉണ്ടാക്കുകയാണ്. ഇതായി കാണുന്ന ഇതൊക്കെയാണ് നമ്മൾ വളം ഉണ്ടാക്കുന്നത്. ഇത് ചാണകപ്പൊടിയാണ്. പിന്നെ ഇത് 1 മുട്ടയുടെ തോട് പൊട്ടിച്ചതാണ് കേട്ടോ, ഇങ്ങനെ പൊടിച്ചത്. പിന്നെ ഇത് ചാണകപ്പൊടി. പിന്നെ ഇത് എല്ലുപൊടിയാണ്, അത് 1 സ്പൂണോളം എടുത്തിട്ടുണ്ട് എല്ലുപൊടി. പിന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ തേയിലയുടെ ചണ്ടിയാണ്, അതും 1 സ്പൂണോളം ഉണ്ട് കേട്ടോ. പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് സ്യൂഡോമോണാസാണ്. അപ്പോൾ ഇത്രയും കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചെടിയുടെ എടുക്കൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ഉള്ള ആ ഒരു ഇതിലൊന്നും ആയിരുന്നില്ല നമ്മൾ. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ഇവിടെ വെച്ച് തന്നെ. അപ്പോൾ എപ്പോൾ വേണേലും മഴ പെയ്യാം, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വളം ഇട്ട് കഴിഞ്ഞിട്ട് മഴ പെയ്താലും കുഴപ്പമില്ല, കാരണം ഇത് നന്നായിട്ട് മണ്ണിനത് യോജിച്ച് കഴിഞ്ഞതിന് ശേഷം മഴ പെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇത് ഇങ്ങനെയുള്ള വളങ്ങളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിൻ്റെ മൂലകങ്ങളൊന്നും ചെടിക്ക് കിട്ടത്തില്ല, പതുക്കെ പതുക്കെ കിട്ടത്തുള്ളല്ലോ. അപ്പോൾ അത് മണ്ണിൽ ലയിച്ചൊക്കെ ചേരണം. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഇട്ട ഉടനെ മഴ പെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇത് ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് മണ്ണിൻ്റെ ഈ ചെടിയുടെ ചൂട് നന്നായിട്ട് മണ്ണൊന്ന് ഇളക്കി കൊടുക്കണം. അതിപ്പോൾ ഏത് വളം ചെയ്താലും നമ്മളിങ്ങനെ മണ്ണ് ഇളക്കിയിട്ടാണ് വളം ഇടാറ് പതിവ്. അപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 1 ചെടിക്ക് മാത്രമുള്ള വളമാണ് കേട്ടോ. 1 റോസിൻ്റെ, അതായത് 1 ചെടിച്ചട്ടിക്കകത്തേക്ക് ഇടാനുള്ള വളത്തിൻ്റെ അളവാണ് നമ്മൾ നേരത്തെ കാണിച്ചത്. അപ്പോൾ അത്രയും വളങ്ങളും ഈ ഒരു ചെടിച്ചട്ടിയിൽ ഞാൻ പൂർണ്ണമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇത് മൊത്തം ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മണ്ണ് നന്നായിട്ട് ഇളക്കി ഈ വളം മണ്ണിനടിയിലോട്ട് ആക്കി കൊടുക്കണം. മണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ വളം കിടന്നുകൊണ്ട് കാര്യമൊന്നുമില്ല. നേരത്തെ ഞാൻ വെറുതെ ഇങ്ങനെ
മുട്ടത്തോട് പൊടിച്ചിട്ടേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ട്. സാധാരണ എല്ലാവരും അങ്ങനെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ മുട്ടത്തോട് ചെടിയുടെ മുകളിൽ മണ്ണിൻ്റെ മുകളിൽ ഇട്ടുമെന്ന് വെച്ചിട്ട് ചെടിക്ക് അതൊന്നും പ്രയോജനമായി വരണമെങ്കിൽ എത്ര കാലം എടുക്കും. മുട്ടത്തോട് മണ്ണിൽ ലയിച്ച് വരാനായിട്ട് വളരെ കാലം എടുക്കും. അതിൻ്റെ പിന്നെ മഴ പെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഇട്ടാൽ അതിൻ്റെ വെള്ളത്തിൽ കൂടി കിട്ടുന്നതൊക്കെ ചിലപ്പോൾ കിട്ടിയേക്കും. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മുട്ടത്തോടൊക്കെ എപ്പോഴും ഇങ്ങനെ നൈസായിട്ട് പൊടിച്ചിടുന്നതാണ് നല്ലത്. അങ്ങനെ ഒരുപാട് വലിയ തരിയായിട്ടൊക്കെ കിടന്നാൽ ഒത്തിരി നാളുകൊണ്ട് മാത്രമേ അത് മണ്ണിൽ ലയിച്ച് ചേരത്തുള്ളൂ. അപ്പം നമ്മളിപ്പോൾ വളം ഇട്ടതാണെന്ന് തോന്നില്ല. അതേ രീതിയിൽ ഇതിൻ്റെ മണ്ണ് നമ്മൾ നന്നായിട്ട് നീക്കിയിട്ടിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഒരു റോസിനുള്ള വളമാണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് മഴക്കാലത്ത് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ചെടിക്ക് ആവശ്യമുള്ള മൂലകങ്ങളൊക്കെ ചെടി അപ്പോൾ മുതൽ വലിച്ചെടുക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ ദിവസങ്ങളോളം ഒരു വളം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് റോസിന് നന്നായിട്ട് പ്രയോജനപ്പെടും. അങ്ങനെ റോസ് മഴക്കാലത്ത് നല്ല രീതിയിൽ ഫ്ലവർ തരും, നന്നായിട്ട് വളരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ റോസിനെ മഴക്കാലത്ത് നന്നായിട്ട് ഫ്ലവർ ഇടിക്കാനായിട്ട് എല്ലാവർക്കും പറ്റുന്നതാണ്. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും കാണാം. എല്ലാവർക്കും ടാറ്റാ.